ഇന്ന് ഒരു ചോദ്യം കൊണ്ടാണ് മാഷ് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത്. ആരാണ് ആദ്യം ഉത്തരം പറയുന്നത് നോക്കട്ടെ. നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ചോദ്യം ഇതാണ്: മലയാളത്തിന്റെ ശ്രീ എന്നറിയപ്പെടുന്ന കവി ആരാണ്? എല്ലാവരും ഒന്ന് ആലോചിച്ച്. ക്ലൂ വേണോ? 2 വരി കവിത ചൊല്ലാം. ഈ കവിതയോട് കേട്ട് കഴിയുമ്പോൾ ഉത്തരം പറയണം. ഓക്കെ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. 2 വരി എന്ന് പറഞ്ഞിട്ട് 4 വരിയായിപ്പോയി. ഓക്കെ, ഇപ്പോ മനസ്സിൽ കിട്ടിക്കാണും അല്ലെ? ആരാ? മലയാളത്തിന്റെ ശ്രീ, മലയാളത്തിന്റെ ഐശ്വര്യം എന്ന ശ്രീ എന്നാൽ എന്താ? ഐശ്വര്യമാണ് അല്ലെ? മലയാളത്തിന്റെ ഐശ്വര്യം എന്ന് നമ്മൾ സ്നേഹത്തോടെ വാഴ്ത്തുന്ന കവി വേറെ ആരുമല്ല, വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ കവിത ഏതിൽ നിന്നാണ്? വരികൾ നമ്മൾ ഏതിൽ നിന്നാ ചൊല്ലിയത്? മാമ്പഴം എന്ന കവിതയിൽ നിന്ന് അല്ലെ? ആ ഒറ്റ കവിത മതി മലയാളം ഉള്ളിടത്തോളം കാലം ആ മഹാകവിയെ നമ്മൾ ഓർമ്മിച്ചു വെക്കാൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മനോഹരമായ ഒരു കവിതയാണ്. കവിത വായിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാം. അമ്മ കറുമ്പി മോള് വെളുമ്പി മോളുളം മോളൊരു സുന്ദരി. ഒന്നും കൂടെ പറയാം. അമ്മ കറുമ്പി മോള് വെളുമ്പി മോളുടെ മോള് ഒരു സുന്ദരി. ഒരു കടങ്കഥയാണ് ഇത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ആരെ കുറിച്ചാണ് ഉള്ളത്? ആരെ കുറിച്ചുള്ളതാണ്? എല്ലാവരുടെ മനസ്സിൽ വന്ന് കാണും അല്ലെ? പല പേരുകൾ നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ കാണുന്ന ഒരു വള്ളിച്ചെടിയാണ് അല്ലെ? വെള്ളിലെ വള്ളി എന്നാ പറയാത്. ഈ ചെടിയെ കുറിച്ച് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോട് ചോദിക്കണം കേട്ടോ. അവർ പറഞ്ഞു തരും. കാരണം അവർ സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. സാധാരണ തോട്ടറമ്പിലും ഒക്കെ കാണുന്ന ഒരു വള്ളിച്ചെടിയാണ് അമ്മ കറുമ്പി മോള് വെളുമ്പി. അതായത് പച്ചിലയും അതിനിടയ്ക്ക് വെളുത്ത ഇലയും പിന്നെ കമ്മല് പോലുള്ള ചെറിയ ചുവന്ന പൂക്കളുള്ള ചെടി. ഇല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടണം കേട്ടോ. ഈ വള്ളിച്ചെടിയെ കുറിച്ചാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കവിത എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് കവിത നോക്കാം, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. എല്ലാവരും പുസ്തകം എടുത്തോളൂ. എല്ലാവരും പുസ്തകം എടുത്തല്ലോ. മാഷ് കവിത വായിക്കുകയാണ്. ഈ കവിത വായിക്കുമ്പോൾ പുസ്തകത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് 2ാമത്തെ വായനയിൽ വേണം ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിച്ച് കണ്ടെത്താൻ. ആദ്യം നമുക്കിത് എങ്ങനെ വായിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. വെള്ളിലെ വള്ളി. കമ്മലിനൊക്കും പൂവുകൾ ചാരേ നിർമ്മല വെള്ളപ്പട്ടിലകൾ ചില്ലകൾ തോറും 100 കണക്കിന് നല്ല പതുത്തൊരു പച്ചിലകൾ. കമ്മലിനൊക്കും പൂവുകൾ ചാരേ നിർമ്മല വെള്ളപ്പട്ടിലകൾ ചില്ലകൾ തോറും 100 കണക്കിന് നല്ല പതുത്തൊരു പച്ചിലകൾ. വെള്ളില വള്ളി ഇതെല്ലാം ചാർത്തി തുള്ളി രസിച്ചു തിമിർക്കുമ്പോൾ ഉള്ളിലസൂയപ്പെട്ടു വാടി കുള്ളിലനേകം പൂച്ചെടികൾ. മന്ദമണഞ്ഞു വനികയിലേക്കൊരു സുന്ദരിയാം ചെറുപൂമ്പാറ്റ ചേതോഹരമായി വായുവിൽ നീന്തിടും ഏതോ ദേവത എന്നോണം.
മന്നിതിലേക്കു വിരുന്നു വരുന്നൊരു മഴവില്ലിൻ മകളെന്നോണം വരികന്നവളെ വിളിച്ചു വീശും ചെറുചില്ലകളാൽ പൂച്ചെടികൾ. അവളോ വെള്ളില വള്ളിയിലത്രേ അതിലോലം ചെറുകാലൂന്നി പുളകം പൂണ്ടു വെള്ളില വല്ലരി പുണ്യത്താലിതു കൈവന്നു. പവിഴച്ചുണ്ടിൽ ചുംബിച്ചൂട്ടി അവളെ തേനും പൂമ്പൊടിയും വെള്ളില വള്ളിക്കെത്ര കൊടുക്കിലും ഉള്ളിൽ തൃപ്തി വരുന്നീല. മരതകവർണ്ണ പച്ചില തോറും പരദീപിന്നെ പൂമ്പാറ്റ മുത്തുകൾ പോലിലകൾക്കിടയിൽ ചെറുമുട്ടകളിട്ടു പൂമ്പാറ്റ. ആ ഇലകൾക്കടിഭാഗം മുട്ടകളായിരമായിരമായപ്പോൾ ചിറകുവിരുത്തി ടാറ്റ കാട്ടി ചിക്കന്നവൾ പോയി മറവായി. അവളെങ്ങനെ പോയത്? ചിറകുവിരുത്തി ടാറ്റ കാട്ടി ചിക്കന്നവൾ പോയി മറവായി. ആരാ ടാറ്റ കാട്ടിപ്പോയത്? ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ, 2-3 ആവർത്തി കവിത വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു ചെറിയ ഹോംവർക്ക് തരികയാണ്. കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ഹോംവർക്ക് ഇതാണ്, വേറൊന്നുമല്ല, കവിത നന്നായി വായിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. 2-3 ആവർത്തി ഇഷ്ടപ്പെട്ട ട്യൂണിൽ, നമ്മൾ അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ട്യൂണിലാണ് കവിത ചൊല്ലുന്നത് അല്ലെ. 2-3 ട്യൂൺ ഒന്ന് പ്രയോഗിച്ച് നോക്കണം. അതിൽ ഇഷ്ടപ്പെട്ട ട്യൂൺ, മാഷ് ഒരു ട്യൂണിൽ ചൊല്ലി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്യൂണിൽ കവിത ചൊല്ലി റെഡിയായിട്ട് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, താങ്ക് യു.